അച്ചമ്മയുടെ ഭീഷണിയെ തുടർന്ന് SI സച്ചിയോട് മാപ്പ് ചോദിക്കുകയും ആന്റണിക്കുള്ള ശിക്ഷ ഞാൻ മേടിച്ചു കൊടുക്കുമെന്ന് സച്ചിക്കും അച്ചമ്മയ്ക്കും വാക്ക് കൊടുക്കുകയും ചെയ്യുന്നു. തുടർന്ന് അഞ്ജനേനെ അവിടെ പിടിച്ചു നിർത്തുന്ന SI ആന്റണീനെ വിളിച്ചു വരുത്തുന്നു. പിന്നീട് സ്റ്റേഷന് പുറത്തെത്തുന്ന സച്ചി അച്ചമ്മേനെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ അച്ചമ്മ സച്ചിനെ ആശ്വസിപ്പിക്കുകയും ഞാൻ മരിക്കുന്നത് വരെ നീ എനിക്ക് കുഞ്ഞാണെന്നും നിനക്ക് എന്തെങ്കിലും വന്നാൽ എനിക്കത് സഹിക്കാനാവില്ലെന്നും പറയുന്നു. തുടർന്ന് ഈച്ചയും മഹേഷും ചേർന്ന് അഞ്ജനയുടെ വീട് കണ്ടെത്തിയതും അച്ചമ്മയും ശ്രീകാന്തും വർഷയും ഈച്ചയും അഞ്ജനയുടെ വീട്ടിൽ ചെന്ന് ഭീഷണിപ്പെടുത്തിയതും ഭീഷണിയെ തുടർന്നാണ് അഞ്ജന പോലീസ് സ്റ്റേഷനിൽ വന്ന് സത്യങ്ങൾ പറഞ്ഞതെന്നും ഈച്ച സച്ചിയോട് പറയുന്നു. പിന്നീട് രേവതിയുടെ ആക്സിഡന്റിന് പിന്നിൽ ആന്റണി തന്നെയാണെന്നും ഞാൻ ആന്റണീനെ കണ്ടിട്ടേ വീട്ടിലേക്ക് വരുമെന്നും നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊള്ളാനും സച്ചി പറയുമ്പോൾ ആന്റണീനെ കണ്ടിട്ടേ ഞാനും പോകൂ എന്ന് അച്ചമ്മ തറപ്പിച്ചു പറയുന്നു. ഇതേസമയം അവിടെ എത്തുന്ന ആന്റണീനെ അച്ചമ്മ തല്ലുകയും കണക്കിന് കൊടുക്കുകയും ചെയ്യുന്നു. ശേഷം അച്ചമ്മയുടെ നിർദ്ദേശപ്രകാരം സച്ചി ആന്റണീനെ തല്ലി സത്യങ്ങൾ പറയിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ എത്തുന്ന പോലീസുകാർ സച്ചിനെ പിടിച്ചു മാറ്റുന്നു. തുടർന്ന് ആന്റണീനെയും കൊണ്ട് SIയുടെ അടുത്തെത്തുന്ന അച്ചമ്മയും സച്ചിയും രേവതിയുടെ ആക്സിഡന്റിന് പിന്നിൽ ആന്റണി തന്നെയാണെന്ന് പറയുന്നു. എന്നാൽ ആക്സിഡന്റിന് പിന്നിൽ ഞാനല്ലെന്ന് ആന്റണി പറഞ്ഞെങ്കിലും SI ആന്റണീനെ തല്ലി ശരിയാക്കുന്നതോടെ ആക്സിഡന്റിന് പിന്നിൽ ഞാൻ തന്നെയാണെന്ന് ആന്റണി സമ്മതിക്കുന്നു. അതോടെ സച്ചിക്കും അച്ചമ്മയ്ക്കും കലിയടക്കാനാവാതെ വരുന്നു. തുടർന്ന് സച്ചി ആന്റണീനെ വീണ്ടും തല്ലുകയും ജയിലിൽ നിന്നിറങ്ങുമ്പോൾ ബാക്കി തരാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നതും കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.